ഒരേ ഐറ്റം വെച്ചിട്ട് തന്നെ ഒരുപോലെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വീട്ടിലുള്ളവർക്ക് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല അല്ലേ? എന്നും ഒരുപോലെ കഴിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വ്യത്യസ്ത രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ കൗതുകം ഉണ്ടാകും കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ റവയും ഏത്തപ്പഴമൊക്കെ വെച്ചിട്ട് ഒരു വ്യത്യസ്തമായ പലഹാരമാണ് ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് നട്ട്സ് അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ ഇവിടെ കാഷ്നട്ടും റൈസിൻസും ആണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു 2 ഏത്തപ്പഴം വലുതാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ദേ ഇവിടെ 4ആയിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് നെയ്യിൽ വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതും ഞാൻ മറ്റൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് റവ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ആ ഒരു നെയ്യിൽ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്യണം. അല്ലെങ്കിൽ ഒരു സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ ആ ഒരു റവയുടെ ടേസ്റ്റ്, ഒരു പച്ച ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുക, കരിഞ്ഞൊക്കെ പോവാതെ. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 1.25 ഗ്ലാസ് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ 1/2 ഗ്ലാസ് റവയ്ക്കാണ് 1.25 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്കതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. കാരണം റവ പെട്ടെന്ന് വെള്ളം കുടിക്കും, അതുപോലെ പെട്ടെന്ന് ഡ്രൈ ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് മാറി നിൽക്കരുത്, നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന് കാണുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/2 ഗ്ലാസ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/2 ഗ്ലാസ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഹെൽത്തി ആവണമെന്നുണ്ടെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ദേ ഇവിടെ 1 സ്പൂണോളം ഏലക്ക പൗഡർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. പിന്നെ ഇത് നമുക്ക് പാനിൽ നിന്ന് വിട്ട് കിട്ടും കേട്ടോ, അതുപോലെ ആകും. ഇനിയിപ്പം ഞാൻ ദേ ഇതിലേക്ക് കുറച്ചും കൂടെ തിക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഏത്തപ്പഴം ഉണ്ടല്ലോ, അതിൽ നിന്നൊരു 1/4 ഭാഗം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഞാൻ ഡെക്കറേഷനായിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മളുടെ പാനിൽ നിന്ന് വിട്ട് പോരാറായിട്ടുണ്ട്. ആ ഒരു പരുവം വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ, ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ അപ്പോൾ ഈ ഒരു സ്നാക്ക് നമ്മൾ ചൂടാറുന്നതിന് മുന്നേ തന്നെ സെറ്റ് ചെയ്യണം കേട്ടോ. എന്നാലാണ് എന്താ പറയുക, കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഏത് പാത്രത്തിലാണോ നമ്മൾ ഉണ്ടാക്കുന്നത് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സൊക്കെ പഴവും നമുക്ക് ഇതുപോലെ വിതറി വെച്ച് കൊടുക്കാം. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല, സ്റ്റീൽ പാത്രത്തിൽ എന്തിൽ വേണമെങ്കിലും നമുക്കത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പുള്ളൊരു പാത്രം എടുത്തേക്കണം. അപ്പോൾ റൗണ്ടിൽ തന്നെ ഞാനൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് നെയ്യ് തടവാണെങ്കിൽ നമുക്ക് ലെവൽ ചെയ്തെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാറട്ടെ കേട്ടോ. അപ്പോൾ ഇത് ചൂടാറി കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് പാത്രത്തിൽ നിന്ന് നന്നായിട്ട് തന്നെ വിട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പാത്രത്തിൽ ഓൾറെഡി നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ നെയ്യ് പുരട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. നല്ല കേക്ക് പോലെ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അവർ ചോദിച്ചു ഇത് കേക്കാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാണ് കേട്ടോ കഴിക്കാനൊക്കെ ആയിട്ട് വന്നത്. അപ്പോൾ ഒരു നാടൻ പലഹാരത്തിൻ്റെ ടേസ്റ്റാണ്. അതുപോലെ ഇത് നമ്മൾ എന്താ പറയുക, ഹെൽത്തിയാണ്. കുറച്ച് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണമെന്നല്ലല്ലോ, നെയ്യൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ കുറച്ച് ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ. അപ്പോൾ ഇതേ നല്ല അടിപൊളി സ്നാക്കാണ്. നമുക്ക് എന്താ പറയുക, സ്കൂളിലൊക്കെ ടിഫിൻ ബോക്സിലും കൊടുത്ത് വിടാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇതുപോലുള്ള നാടൻ റെസിപ്പികളൊക്കെ ലഭിക്കാനായിട്ട് ഈ ചാനലൊന്ന് ഫോളോ ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.